ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എഫ്രൂട്ടൻ ഒരു ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നത്, അവൻ്റെ ഒരു ദിവസം എങ്ങനെ, പിന്നെ ഹന്നുട്ടിയുടെ സ്കൂളിൽ പോക്ക്, ഇതൊക്കെയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം അവൻ ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഹന്നുട്ടിക്കുള്ള ലഞ്ചും സ്നാക്സൊക്കെ പാക്ക് ചെയ്യാം. ഹന്നുട്ടിക്ക് ഞാൻ സ്നാക്കായിട്ട്, രാവിലത്തെ സ്നാക്കായിട്ട് എന്തെങ്കിലും ഹെൽത്തി ഫുഡാണ് സാധാരണ കൊടുത്തു വിടണം. ഒന്നെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സാണ് നോർമലി കൊടുത്തു വിടുന്നത്. കാരണം ഉച്ച കഴിഞ്ഞ് നമുക്ക് അങ്ങനെയൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല. അത്ര സമയം കഴിഞ്ഞാൽ പിന്നെ അവൾ കഴിക്കില്ല. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് മാത്രം നമ്മളെന്തെങ്കിലും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കൊടുത്തു വിടും. രാവിലെ നമ്മൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കാടമുട്ടയാണ് കൊടുക്കാറ് പതിവ്. കാടമുട്ട പുഴുങ്ങി കൊടുത്തിടും. കുഞ്ഞുതല്ല, അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കാടമുട്ട കിട്ടുന്നില്ല. അതുകൊണ്ട് കോഴിമുട്ടയാണ് കൊടുക്കുന്നത്. പക്ഷേ കോഴിമുട്ട പുഴുങ്ങി കൊടുത്താൽ അവർക്ക് ഇഷ്ടമല്ല, അതിൻ്റെ മഞ്ഞ ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പൊരിച്ചാണ് കൊടുത്തേക്കുന്നത്. പൊരിച്ചതാണ് ഇത്. സവോളയൊന്നും ഇടാതെ, ഉള്ളിയൊന്നും ഇടുന്നത് പ്രത്യേകം പറഞ്ഞിട്ട്, ഉള്ളിയൊന്നും ഇടാതെ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ള മുട്ടയാട്ടോ. ഉച്ചയിലത്തെ സ്നാക്സായിട്ട് ഇതാ കൊടുത്തു വിടുന്നത്. അപ്പോൾ നമ്മൾ അത് പാക്ക് കഴിഞ്ഞു. അപ്പം ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നുകൊണ്ട് ഉച്ചയ്ക്ക് ഇഡ്ഡലി മതി എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തേന് ചോറല്ല ഇഡ്ഡലിയാണ് കൊടുത്തിരുന്നത്. ചോറ് കൊടുത്തുവിട്ടാൽ കഴിക്കുകയില്ല. അപ്പോഴത്തേക്ക് ഹന്നുട്ടി സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇരിക്കുന്നു. പക്ഷേ മുടിയൊന്നും കിട്ടിയില്ലല്ലേ? മുടി കിട്ടിയില്ല. എന്നാ കഴിക്കുന്ന കൊച്ച്? ഇഡ്ഡലിയാണ് കഴിക്കണത്. പക്ഷെ പാത്രത്തിൽ അതേപടി ഉണ്ട്. ഞങ്ങൾ പയ്യെ പയ്യെ തിന്നുള്ളൂ അല്ലേ? നീ ചായയും കുടിക്കടാ അല്ലേ? ശരി. ഷൂ ഇട്ടിട്ടില്ലേ? ആ, നമുക്കിടാം. എന്തോ എന്നാക്കുവാ? എവിടെയാ പോണ്ടേ? അപ്പ പോയോ? ഇതാരാ? ഇതാരാ? കഴിക്കാം. ഞങ്ങൾ ആദ്യം എണീറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, എന്നോ അമ്മമ്മ കണ്ടത്. അമ്മമ്മ അവർ രാവിലെ എണീറ്റ് വന്ന് കണ്ടെങ്കിൽ, ഫുഡ് കണ്ടെങ്കിൽ അപ്പം തന്നെ ഫുഡ് വേണമെന്ന് പറയും. എന്നാ വേണ്ടേ? അമ്മമ്മ നമുക്ക് ആദ്യം വെള്ളം കുടിച്ചു. ഞങ്ങൾ ആദ്യം എണീറ്റ് വരുമ്പോൾ ഇച്ചിരി വെള്ളം കുടിച്ചു ആദ്യം അല്ലേ? ചിലപ്പോഴേ കുടിക്കുള്ളൂ കേട്ടോ. മടിയാണ്. ഉച്ചയൊക്കെ അല്ല, ഒരു നേരം എടുത്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ചു കുടിച്ചോളും വെള്ളം. പക്ഷെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇച്ചിരി മടിയാണ്. പക്ഷെ ഇച്ചിരി കൊടുക്കണമല്ലോ. നിങ്ങൾ കുഞ്ഞു ഗ്ലാസ്സിലാണ് കുടിച്ചത്. വെള്ളം കുടിച്ചു. വെള്ളം വേണ്ട അമ്മമ്മ മടിയുണ്ട്. രാവിലെ ഞങ്ങൾ ഇഡ്ഡലിയും കഴിക്കും. ഇന്ന് ഞാൻ ദോശയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ദോശയും ചട്നി കൂട്ടി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പനങ്ങൾക്കണ്ട പാനിയില്ലേ, അതും കൂട്ടി ഇഷ്ടമാണ്. അമ്മമ്മ നമുക്ക് കഴിച്ചിട്ട് വരാവേ. ടാറ്റ വിട്ട് കഴിച്ചിട്ട് വരാമെന്ന് വരാം. കഴിച്ചിട്ട് വരാവേ. ഉച്ചയ്ക്ക് ഇഡ്ഡലി കേട്ടോ കൊടുത്തു വിടുന്നത്. ഇഡ്ഡലി ഞാൻ കട്ട് ചെയ്യും. ഒരു ഇഡ്ഡലി ഞാൻ 6 പീസായിട്ട് കട്ട് ചെയ്യും. ഇങ്ങനെ 2 ഇഡ്ഡലിയാണ് കൊടുത്തു വിടുന്നത്. അപ്പം എന്തിനാണെന്നറിയാമോ? അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരെണ്ണം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ കട്ട് ചെയ്താൽ എന്നിട്ട് ഈ 2 എണ്ണം വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണേ ഉള്ളെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതാണ്. കാരണം കഴിക്കില്ലാത്ത പിള്ളേരെ നമുക്ക് കഴിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കണം. എന്നിട്ട് 1 ഉള്ളെന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. 1 ഉള്ളെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കുറച്ച് തിന്നും. ഒരു 1.5 ഇഡ്ഡലിയൊക്കെ കഴിക്കും. 3 പീസ് മിച്ചം വരും. എന്നാലും കുഴപ്പമില്ല. ഒരെണ്ണം കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ 1.5 കഴിക്കണം. ടാറ്റ. സമയം ഇച്ചിരി ലേറ്റായി. ഞങ്ങൾ ഒരു ദോശ കഴിച്ചു, വെള്ളം കുടിച്ചു, ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെല്ലാം നീറ്റായി മിടുക്കരായിട്ട് നിൽക്കുക അല്ലേ എപ്പോഴും? എല്ലാം എപ്പോഴും ഏതാ ഇങ്ങോട്ട് പോകണം. പൂവ്. ഞങ്ങൾ ഇച്ചിരി നേരം കളിക്കാമെന്നൊക്കെ ഓർത്ത് വെളിയിൽ ഇറങ്ങിയേക്കോ കേട്ടോ.
കുറച്ച് കഴിഞ്ഞാൽ വെയിലാകും. അല്ല തന്നെ ഇവന് അധികം നേരം വെളിയിൽ വിടാൻ പറ്റത്തുമില്ല. എപ്പോഴും കണ്ടുപിടിച്ച് ഞാൻ കണ്ടുപിടിച്ച് ഇപ്പൊ തന്നെ വെയിലായി. പത്ത് മണിക്കിട്ട് കിടന്നിട്ട് ഒരു 11:15 അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഏത്തപ്പഴമാണ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങളൊരു ഏത്തപ്പഴം കഴിക്കാൻ പോവാം. എഫ്രു എവിടെ? എന്ത് എഫ്രു ടാറ്റ പോയി. കണ്ടുപിടിച്ച് ഇവിടെ ഞാൻ അടുക്കി വെക്കും, ഇവിടെ ഒരാളെല്ലാം നിരത്തി കൊടുക്കും. കണ്ടോ നമ്മൾ തൂത്തുവാരി അടുക്കി പെറുക്കി ഒക്കെ ഒരു നേരം ഒന്ന് സെറ്റാക്കി വെക്കുമ്പോഴത്തേക്കും എൻ്റെ പുറകിൽ കൂടെ വന്ന് എല്ലാം നിരത്തിയിടും. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. എഫ്രു എന്നാ എടുക്കുവാ? ആടെടുക്കാനായിരുന്നു. എടുക്കാനാണ് കേട്ടോ കൊച്ചു പാവം. ഇതെടുക്കാൻ വേണ്ടിയാണ് അല്ലേ ഇത്രയും നിർത്തിയത്. കാണിക്കാം കേട്ടോ ആ ഒരു സാധനം എടുക്കാൻ വേണ്ടി നിർത്തിയത്. കണ്ടോ ഇത്രയും നിർത്തിയത് അവൻ ആ ഒരു നെയിം സ്ലിപ്പ് എടുക്കണ്ടിട്ട്. എഫ്രു എവിടെ? എവിടെയാണ്? കണ്ടുപിടിച്ച് 12:30 ആയപ്പം ഞങ്ങൾ ചോറുണ്ണാൻ പോവാ. ഇത്രയുണ്ട് മിച്ചവിന് അല്ലേ എഫ്രു? മമ്മമ്മ ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കുളിച്ച് ഞങ്ങൾ ഉറങ്ങും അല്ലേ എഫ്രു? എവിടെ പോയി? അങ്ങനെ എഫ്രുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു മിടുക്കനായി. അതാ നീ ഉറങ്ങാൻ പോവാണേ. ഇപ്പോൾ ഒരു 1:30 സമയം, 1:30 ആവുന്നു. കുളിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലേ. 3 മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് എന്നെടുക്കുക മുറ്റത്തോടെ നടക്കുകയാണ്. പക്ഷെ മുറ്റത്തോടെ നടക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. കല്ല് പറക്കി തിന്നും മിറ്റലില്ലേ. അപ്പം ഞാനോട് തന്നെ എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് മുറ്റത്തേക്ക് വിടാം. ചിലപ്പം വിശക്കുമ്പോഴിങ്ങനെ ഭയങ്കരമായിട്ട് കൈ കിട്ടുന്നൊക്കെ വായിലിടുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പം നമുക്ക് രാവിലെ നമ്മൾ ദോശ കൊടുത്തത്, അതുകൊണ്ട് ഇപ്പം ഇഡ്ഡലി കൊടുക്കാം. മമ്മ വേണോ? ഇതിലെ ചെടിയൊക്കെ എന്ത് എഫ്രു? എല്ലാം വേര് വന്നൊന്ന് പറിച്ചു നോക്കി, ഒന്നുമില്ലെന്നായി. ചെടി എന്ത് എഫ്രു? കണ്ടുപിടിച്ചേ. കൈ വേദനിക്കും അവിടെ ഇടിച്ച. ഇപ്പം നമ്മൾ ഇഡ്ഡലിയും ചിക്കനുള്ളതുകൊണ്ട് ചിക്കൻ്റെ ചാറെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാം. അങ്ങനെ മിടുക്കനായിട്ട് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരാളോട് ഇരുന്ന് കാണാവേ. സ്കൂട്ടർ പറ്റുമെന്നാ വിചാരിച്ചു. ന്യൂട്ടിക്ക് എന്നാ വന്നപ്പം വാട്ടർമെലനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഫ്രൂട്ടിനും കുഞ്ഞി പാത്രത്തിൽ ചെറുതായിട്ട് വാട്ടർമെലൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴിക്കാൻ ബാ.
എഫ്രു ഇന്ന തിന്ന. കൊള്ളാവോ? തീറ്റയിലാണോ? ഇപ്പം സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ്. ഇനി നമ്മൾ കൊടുക്കുന്നത് മുട്ടയാണ്. മുട്ട പുഴുങ്ങിയതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട്, കാടമുട്ടയാണെങ്കിൽ പുഴുങ്ങിയത് ഇഷ്ടമാണ്, കോഴിമുട്ടയാണെങ്കിൽ പുഴുങ്ങിയത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉപ്പും കുരുമുളകും ഒതുക്കിയിട്ടൊന്ന് ചിക്കിച്ചെടുത്താണ് കൊടുക്കുന്നത്. എഫ്രു എഫ്രു മമ്മ തട്ടേ. ഇപ്പം സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് 9:10 ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ദിവസം കുറുക്ക് കാണാം. കുറുക്കാണ് കൊടുക്കുന്നത്. കായപ്പൊടിയുടെ കുറുക്കാണ്. വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉറക്കാൻ വേണ്ടി. എഫ്രൂട്ടിൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.